സർവീസ് സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് അവരോട് പറഞ്ഞോ? ഇല്ല. സർവീസ് സെൻറ്ററിൽ വാഹനങ്ങൾ കൂടുതലായിരിക്കും. സർവീസ് പീരിയോഡിക് ആയിട്ടുള്ള സർവീസുകളൊക്കെയാണ് അവർ കൃത്യമായിട്ട്. ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ വാഹനത്തിന് ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊണ്ടുകൊടുത്തു, സർവീസൊക്കെ ചെയ്ത് കൊണ്ടുവന്നിട്ട് പിന്നെയും ആ കംപ്ലയിൻറ്റ് തന്നെയുണ്ട്. എന്തുകൊണ്ടാണ് ഇത് മാറാത്തത്? അല്ലെങ്കിൽ അവരിനി സർവീസൊന്നും ചെയ്യുന്നില്ല, അതോ അവർ മുഴുവൻ ഉഡ്ഡായിപ്പാണോ? അതായത് ഈ പറയുന്ന പോലെ സർവീസിന് കൊടുത്തു, സർവീസ് കഴിഞ്ഞിട്ട് വരുമ്പോൾ അത് ശരിയാവുമെന്ന് വിചാരിച്ചു, പക്ഷെ നോക്കിയിട്ട് അത് ശരിയാകുന്നില്ല. എന്നാൽ ഞാൻ ഇങ്ങനെ പറയുന്ന ആൾക്കാരോട് തിരിച്ച് ചോദിക്കുന്നൊരു ചോദ്യമാണ്, സർവീസ് സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് അവരോട് പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. എന്തിന് പറയണം? സർവീസ് ഇരിക്കുന്ന ആൾക്കാർക്ക് ഇത് കണ്ടുപിടിച്ചൂടെ എന്നുള്ളൊരു ചോദ്യം പറയുന്ന ആൾക്കാരോടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു തരുന്നത്. അതായത് ഇപ്പം ചില കംപ്ലയിൻറ്റ്സ് കോമൺ ആയിരിക്കും. നമ്മളൊരു വാഹനം ഓടിച്ചു നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കിട്ടും. ചില കംപ്ലയിൻറ്റ് കോമൺ ആയിരിക്കില്ല. ചിലപ്പോൾ ഒരു 15 കിലോമീറ്ററൊക്കെ ഓടിക്കഴിയുമ്പോഴായിരിക്കും കിട്ടുന്നത്. പ്രത്യേകിച്ച് സർവീസ് സെൻറ്ററിൽ ഇത്രയും കിലോമീറ്റർ ഒരു കാരണവശാലും വാഹനം ഓടിച്ചു നോക്കാറില്ല. ഇനി കസ്റ്റമർ ഒരു കംപ്ലയിൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് എൻ്റെ വാഹനത്തിന് 15 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോഴത്തേക്കും ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഓടിച്ചു നോക്കും. അല്ലാത്ത പക്ഷം അത്രയും കിലോമീറ്റർ ഒരു കാരണവശാലും ഒരു കസ്റ്റമറുടെ വാഹനം ഓടിച്ചു നോക്കില്ല. ഇനി കൂളൻ്റെ കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യുന്നൊരു വാഹനമാണെങ്കിൽ അത് ഏകദേശം ഒരു 10 തൊട്ട് 12 കിലോമീറ്റർ വരെ ഓടിച്ചു നോക്കുക. അത് വേറൊന്നും കൊണ്ടല്ല, എൻജിൻ കൂളൻ്റെ ലെവൽ കൃത്യമാകാൻ വേണ്ടിയിട്ടാണ് അത്രയും ദൂരം ഓടിച്ചു നോക്കുന്നത്. അപ്പോൾ ചില കസ്റ്റമറുടെ കംപ്ലയിൻറ്റ് എന്താണ്? 15 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് ഒരു സൗണ്ട് വരുന്നു. അവർ ഷോറൂമിൽ കൊടുത്തിട്ട് കണ്ടുപിടിച്ചില്ല. എന്നാൽ ഈ കസ്റ്റമർ ഇത് വ്യക്തമാക്കിയോ? ആക്കിയിട്ടില്ല. അതൊരു വലിയൊരു ഡ്രോബാക്കാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാഹനം സ്ഥിരം ഉപയോഗിക്കുന്ന നമുക്ക് ഇതിൻ്റെ എന്തൊക്കെ കംപ്ലയിൻറ്റ്സ് വരുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ കംപ്ലയിൻറ്റ്സ് ഉണ്ട്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതായത് വാഹനം യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമർക്കേ അറിയാൻ സാധിക്കത്തുള്ളൂ. ആ കസ്റ്റമർ വളരെ വ്യക്തമായിട്ട് ആ സർവീസിന് എടുക്കുന്ന സർവീസ് അഡ്വൈസറോട് ഈ ഒരു കംപ്ലയിൻറ്റ് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്, അതായത് ഇത്രയും കിലോമീറ്റർ ഓടുമ്പോൾ ഒരു സൗണ്ട് വരുന്നു, അങ്ങനെയാണെങ്കിൽ അവർ അന്നേരം തന്നെ കസ്റ്റമറെ ഇരുത്തി ഈ വാഹനം ഓടിച്ചു നോക്കി ആ കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് കേൾപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും, അല്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ അവർക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളൊരു ഏകദേശം ഒരു ഐഡിയ അവർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ പറയുന്നൊരു രീതിക്ക് നമ്മൾ ചെയ്യണം. അതായത് എന്താണ് ആ കംപ്ലയിൻ്റ് എന്നുള്ളത് അവർ ഓടിച്ചു നോക്കി മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളോട് പറയും. അന്നേരം നമുക്കത് വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും, ഈ ഒരു കംപ്ലയിൻ്റ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു കാരണം കൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും, അവർക്കും മനസ്സിലാവും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ സർവീസ് സെൻറ്ററിൽ പോകുന്ന സമയത്ത് അവരെല്ലാം കണ്ടുപിടിക്കും എന്നുള്ളൊരു ചിന്ത നമ്മുടെ തെറ്റായൊരു ചിന്തയാണ്. കാരണം സർവീസ് സെൻറ്ററിൽ വാഹനങ്ങൾ കൂടുതലായിരിക്കും. സർവീസ് പീരിയോഡിക് ആയിട്ടുള്ള സർവീസുകളൊക്കെയാണ് അവർ കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഈ പറയുന്നൊരു രീതിക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു കംപ്ലയിൻറ്റ് നമുക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏതൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എങ്ങനെ ഓടിച്ചാലാണ് ഈ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് എന്നുള്ളത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കംപ്ലയിൻറ്റ് മാറുന്നതായിരിക്കും. അത് ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. അല്ലെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട്, അവരുടെ കൊടുത്തു കഴിയുമ്പോൾ മാറുമെന്ന് വിചാരിക്കാതെ ആ കംപ്ലയിൻറ്റ് എന്താണെന്ന് പറഞ്ഞു കൊടുത്ത് അവർക്ക് ആ കംപ്ലയിൻറ്റ് കാണിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞ കംപ്ലയിൻറ്റ് മാറുന്നതായിരിക്കും.